1 year ആയിട്ട് അറിയാം. പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടറാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു വീഡിയോസ് അങ്ങനെ ചെയ്യാൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പുള്ളി അത്രയും കംഫർട്ടാണ്. ഒരു പെൺകുട്ടിയോട് പോലും അങ്ങനെ സംസാരിക്കാറില്ല അധികം. ഒരു മോഡൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ 20 മോഡൽസ് ഉണ്ട്. 20-ലധികം മോഡൽസ് ഒന്നും ഉണ്ടായിരുന്നു. അനുസരിച്ചാണ് മോഡൽസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യും. അതിൽ വരുന്നവരുടെ വീട്ടിലെ ഡ്രസ്സോ ആധാർ കാർഡോ അല്ലെങ്കിൽ ഒന്നും മേടിച്ചോണ്ട കാര്യം എനിക്കില്ല. കാരണം പക്ഷേ പുള്ളിക്കാരിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് പുള്ളി അല്ലേ വന്നത്. പിന്നെ അവരെനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മുടെ യൂസ് ചെയ്ത് കാരണം പുള്ളിക്കാരി മിസ് കോയമ്പത്തൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മിസ് എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് അവരുടെ അല്ല മിസ് എന്ന് പറയുമ്പോൾ എന്താണ് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് അല്ലേ മിസ് അല്ലെങ്കിൽ ടീനാണ് കഴിയാത്തവരില്ല 18 വയസ്സിന് ഫാഷൻ ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ് പറയുന്നത്. മിസ് എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ടീൻ. മിസ്സസ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞവർ, ടീൻ എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ളത്. അതാണെങ്കിൽ ഇതാണ് പോകുന്നത്. അപ്പം എല്ലാവരുടെയും പ്രൊഫൈൽ നോക്കിയാണ് നമ്മൾ മോഡൽസിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആ കുട്ടി അങ്ങനത്തെ ഷോസും കാര്യങ്ങളും ഫോട്ടോഷൂട്ട്സും എല്ലാം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഓൾറെഡി അലയോട്ട് നിൽക്കുവാണ്, ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടല്ല പുള്ളിക്കാരി നമ്മളത് കൂടുതൽ അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തു. അവരുടെ ഇഷ്ടമാണ് അവിടെ നിൽക്കണോ വേണ്ടത്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഷി ഹാവ് ടു ലീവ് ഫ്രം ദെയർ. അല്ല അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ട് ഇറങ്ങി ഓടി എന്നൊക്കെ അവൾ പറയും. അപ്പം പോകണമായിരുന്നു അവരുടെ കൂടെ. അല്ലാതെ എല്ലാത്തിനും ലീഡ് ചെയ്യാൻ നിന്നിട്ട് ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് കംപ്ലീറ്റ് ഷൂട്ടിങ് കഴിഞ്ഞ് ഒരു പ്രോബ്ലം ഇല്ല. കുറച്ച് എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പുള്ളിക്കാരിയായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. പുള്ളി ഇടയ്ക്കൊരു ട്രാജഡി വന്നപ്പോൾ കണക്റ്റിങ് ചെയ്തിരുന്നു. എന്നിട്ട് ഒരു പുള്ളി അത് അല്ല കേട്ടോ ഇനിയൊരു സംസാരം വരാം. ഞാനിങ്ങനെ പുള്ളി എന്നെ കൊണ്ടു നടക്കുന്നത് ഇതിന് വേണ്ടി ജയിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും അല്ല കേട്ടോ. സത്യസന്ധത ആയതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കണം. കുട്ടിയുടെ അമ്മയ്ക്ക് അറിയില്ല. അതിന് ആ അമ്മയാണ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് മോൾക്ക് അങ്ങനെ ഒരു മനോഭംഗം പെട്ടിട്ടുണ്ടെങ്കിൽ ആ അമ്മ എന്ത് ചെയ്യണം? അപ്പം തന്നെ കേസ് കൊടുക്കണം. 2 മാസം അല്ല ഇങ്ങനെ ഒരു അമ്മ